ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന ദേശീയ വനിതാ കമ്മീഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ കത്തയച്ചു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് ചേരുന്നുണ്ട്. സ്വാതി, ഒരാഴ്ചയ്ക്കകം ഈ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് കത്തയച്ചിട്ടുള്ളത്. വർഷ എന്തായാലും ഈ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ ഒരു ഡെലിഗേഷൻ വനിതാ കമ്മീഷനെ സമീപിച്ചുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം, അതായത് ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ഈ റിപ്പോർട്ട് ഉള്ളത്. ഹൈക്കോടതിയുടെ നിയമപരമായ ചില വശങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ പൂർണ്ണ രൂപം വിളിച്ചു വരുത്തണം എന്നൊരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷനെ കണ്ട BJP നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ഒരാഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ച്, അതായത് പൂർണ്ണ രൂപം സമർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് വലിയ തരത്തിലുള്ള നിയമ നടപടികൾ പരിശോധിക്കുമ്പോൾ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇതിപ്പോൾ ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഈ വിഷയമുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത് ദേശീയ വനിതാ കമ്മീഷനെ സംബന്ധിച്ച്, ദേശീയ വനിതാ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ ബോഡി അല്ലാത്ത ഇടത്തോളം കാലം അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയാനുള്ള ഒരു അധികാരം വനിതാ കമ്മീഷനില്ല. എന്നാൽ ഇതൊരു വലിയൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ടാണ്, അല്ലെങ്കിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള മറ്റൊരു നീക്കത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ വനിതാ കമ്മീഷൻ പോയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ പോലും നിയമപരമായി അത് സമർപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. വർഷ. ശരി സ്വാതി, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള നിയമ നടപടിക്രമങ്ങളിൽ ചില പ്രതിരോധങ്ങളുണ്ടെന്നും വിവരമുണ്ട്.